ഇൻറ്റലിജൻസ് കോക്ക് മലയാളം സിനിമ 2025 ഫലസൂചിക പാർട്ട് 2. മഴ തുടരുകയാണ്. ജൂലൈ മാസം. ധീരൻ 8 നിലയിൽ പൊട്ടി വിൻറ്റേജ് കുശുബോംബ്. സൂത്രവാക്യം 16 നിലയിൽ പൊട്ടി 11 മണിക്ക് ശേഷം വാഷ് ഔട്ടായി. പൊട്ടാസ് കാറ്റഗറിയിൽ പോലും പെടുത്താൻ പറ്റാത്ത ഐറ്റം. ഫീൽഡ് ഔട്ടായിരുന്ന വിൻസി അലോഷ്യസ് വീണ്ടും ഫീൽഡ് ഔട്ടായ പടം. അതാണ് സൂത്രവാക്യം. നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള JSK. സർക്കാരിനെതിരെ പ്രൊപ്പഗാൻഡ പടം ഇറക്കാൻ നോക്കിയാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറ നികേഷ്, ഡോണ്ട് ട്രൈ ടു പ്ലേ വിത്ത് മീ. മഞ്ഞക്കല്ല് നാട്ടിയല്ല ഞങ്ങളുടെ മുറ്റത്ത്, മഞ്ഞക്കല്ല് നാട്ടിയല്ല. ഒരു കമ്പിപ്പൂത്തിരിക്കുണ്ടായിരുന്നു JSK. രവീന്ദ്ര നീ എവിടെ? അഭാമിൻ്റെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2025 രണ്ടാമത്തെ ആറ്റം ബോംബ്. അതിനുവേണ്ടി അവർ വേറെ ആരുമായിട്ട് ബന്ധപ്പെട്ടില്ല, ഡയറക്റ്റ് ശിവകാശി പടക്കക്കട ഓണർ നമ്മുടെ ഓപ്പൺ ഹേമർ ധ്യാനെ തന്നെ നേരിട്ടിറക്കി വെട്ടിപ്പുരയ്ക്ക് തന്നെ തീ കൊടുത്ത്. അതാണ് രവീന്ദ്ര നീ എവിടെയാ. ജൂലൈ മാസത്തിൽ ഒരു പുസ്തകം പരിചയപ്പെടുത്താം. ഈ പുസ്തകത്തിന് നിങ്ങൾക്ക് ഓഫർ ലഭിക്കണമെങ്കിൽ ഈ കോഡ് യൂസ് ചെയ്യുക. പക്കിക്കോക്ക് 123. പുസ്തകത്തിൻ്റെ പേര് പമ്പ ഒഴുകുമ്പോൾ കുംഭ നിറയുന്നു. രചയിതാവ് കല്യാണ ഉണ്ണി, അഡാർ ജോസ് പെരേറ. ഫ്ലാസ്ക് സൈജു കുറുപ്പ് അഭിനയിച്ച സിനിമയാണ്. ഞാൻ നേരത്തെ പറയുന്നത് അദ്ദേഹം ഒരു മെഴുകുതിരിയാണ്. അതായത് ഈ ജൂലൈ മാസം മൊത്തം പൊട്ടിത്തെറിയായിരുന്നു, വിസ്ഫോടന മാസമാണ്. അപ്പോൾ അതിനിടയിൽ ഒരു മെഴുകുതിരിയായിട്ട് പ്രവർത്തിക്കുക. അതായത് ഈ പടക്കങ്ങൾക്കും ഗുണ്ടുകൾക്കും ഇതുപോലത്തെ സ്ഫോടന ശേഷിയുള്ള വസ്തുക്കൾക്കും തീ കൊടുക്കാനുള്ള ഒരു മെഴുകുതിരി, ഒരു പാവം മെഴുകുതിരി. അതാണ് ഫ്ലാസ്ക് നമ്മുടെ സൈജു കുറുപ്പിൻ്റെ. ഓഗസ്റ്റ് മാസമാണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മാസം ഓഗസ്റ്റ്. സുമതി വളവ് അണ്ടർ റേറ്റഡ് ഗുണ്ട് സ്റ്റാർ അർജുൻ അശോകൻ്റെ സിനിമയാണ്. ഒരു തള്ളിക്കയറ്റി ഹിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു കഥനയാണ്, ഒരു കഥന. അതാണ് സുമതി വളവ്. മീശ ഷൈൻ ടോം ചാക്കോ, ഹക്കീം ഷാ. സൈലന്റ് ബോംബ്, അതായത് ആരും അറിയാതെ വന്ന് പൊട്ടിച്ചു പോണ ഒരു ബോംബ്. സാഹസം സാഹസം ഒരു ആവറേജ് ഹിറ്റാണ്. ദ കേസ് ഡയറി അഷ്കർ സൗദാൻ. ദ ഗുണ്ട് പ്രതിനിധി ഫ്രം മിക്ക ഫാമിലി. അദ്ദേഹം കഴിഞ്ഞ വർഷം പൊട്ടിച്ച രണ്ടാമത്തെ ഗുണ്ടാണ് ദ കേസ് ഡയറി. തലവര അർജുൻ അശോകൻ്റെ അപ്പാർട്ട് ഫ്രം ഹിസ് ഗുണ്ട് ആക്ടിവിറ്റീസ് അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസ് ഉണ്ടായിട്ടുള്ള നല്ല അഭിപ്രായം വന്നിട്ടുള്ള സിനിമയാണ്. പക്ഷേ തലവര മാറിയില്ല, അത് വലിയ വിജയമില്ല. ഹൃദയപൂർവ്വം ലാലേട്ടൻ സിനിമ, സത്യനന്ദിക്കാട് സിനിമ വലിയ ഹിറ്റ്. അതായത് ലോകയുടെ കൂടെ ഇറങ്ങിയിട്ട്, ലോകയുടെ കാര്യം ഞാൻ പറയാം, എന്നിട്ട് സ്റ്റിൽ ഹിറ്റായ സിനിമ ലാലേട്ടൻ്റെ സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവ്വം. ലോക ചാപ്റ്റർ 1. The international stuff. Such a film. Outstanding. Out of the world. അതായത് മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ലോകത്താരെയും കാണിക്കാൻ പറ്റിയ, ഇന്ത്യയിലെ മൊത്തം സിനിമാക്കാർ ഞെട്ടിപ്പോയിട്ടുള്ള അസാധ്യ പടം, റിപ്പീറ്റ് വാല്യൂ ഉള്ള പടം. ഞാൻ 2 വട്ടം തീർന്നു കണ്ടുള്ള സിനിമയാണ് ലോക ചാപ്റ്റർ 1. അത് മാത്രമല്ല, ഇത് ഇൻഡസ്ട്രേറ്റാണ്, തൂഫാനേക്കാളിന്. അതായത് ആലോചിച്ച് നോക്കിയ ആ ഒരു കോൺഫ്ലിക്റ്റ്. ലാലേട്ടൻ്റെ കൂടെ വന്നിട്ട് ലാലേട്ടൻ റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്തിട്ട് കല്യാണി പ്രിയദർശൻ അടിച്ച പടം. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പല കളി നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമില്ല. ബട്ട് സ്റ്റിൽ ലോക ഇസ് ലോക. അങ്ങനെ പ്യാർ കിയ ഋതുൻ ഹാരൂൺ നെപ്പോക്കിണ്ടാണ്. ഇതൊരു നെപ്പോ ഗുഡാണ്. ഓൾസോ ഒരു ഓലപ്പടക്കമാണ്. ഓടും കുതിര ചാടും കുതിര. ഫഹദിൻ്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ നശീകരണ ശക്തി വളരെ കൂടുതലുള്ള ഒരു സിനിമ. ഓടും കുതിര ചാടും കുതിര. ഓഗസ്റ്റിലെ പുസ്തകം പരിചയപ്പെടുത്താം. ആസ് ഓൾവേസ് പക്കിക്കോക്ക് 123 എന്ന കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. പുസ്തകം എഴുതിയിരിക്കുന്നത് ഷവാദ് KSRTC ആണ്. പുസ്തകത്തിൻ്റെ പേര് ഊരിയ സിപ്പും വാരൊളി മംഗള ഗന്ധവും. ഈ പുസ്തകം വായിക്കാൻ വേണ്ടി യു ക്യാൻ യൂസ് പക്കി FM. ഇനി സെപ്റ്റംബറിൽ കടക്കുകയാണ്.
സെപ്റ്റംബർ മാതം. മിഡ്നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി. നാവുകടി സ്റ്റാർ അഖിൽ മാരാർ ബുള്ളറ്റിൽ സഞ്ചരിച്ചുകൊണ്ട് കുഴി ബോംബ്, ടൈം ബോംബ്, സ്ഫോടന പരമ്പര, അതായത് ഉടനീളം ചെയിൻ റിയാക്ഷൻ പോലെ സ്ഫോടനം ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് വൻ പൊട്ടിത്തെറി. മിഡ്നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി. മിറാഷ്, നമ്മുടെ ആസിഫിൻ്റെ മൈൻ ഉപയോഗിച്ചുള്ള അറ്റാക്കായിരുന്നു. അതായത് ട്വിസ്റ്റുകളുടെ മൈൻ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റുകളാണ്. അവിടെ ഇവിടെയൊക്കെ കുഴിച്ചിട്ട മൈനുകൾ, അതിൽ നമ്മൾ ചവിട്ടുക പൊട്ടിത്തെറിക്കുക, അങ്ങനെ വൻ പൊട്ടിത്തെറി സംഭവിച്ച ഒരു അസാധ്യ എക്സ്പ്ലോഷനായിരുന്നു മിറാഷ്. വള, സ്റ്റോറി ഓഫ് ബാങ്കിൾ. ധ്യാനിൻ്റെ നിത്യകുണ്ട് സ്ഥിരകുണ്ട് സാധനമല്ല, അത്യാവശ്യം കൊള്ളാവുന്ന സിനിമയൊക്കെ ആയിരുന്നു, പക്ഷേ രക്ഷപ്പെട്ടില്ല. ഒരു അയ്യൻസ് പടക്കായിപ്പോയി. കരം, നമ്മുടെ ചെന്നൈ വിനീത്, അദ്ദേഹം നാട്ടിൽ നിന്നുള്ള പരിപാടിയൊക്കെ വിട്ടിട്ട് വിദേശ നിർമ്മിത ബോംബുകൾ ഉണ്ടാകൊണ്ട് എടുത്ത സിനിമയാണ്. വിദേശത്ത് പോയിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ സ്ഫോടനം നടത്തിയ പരിപാടി. അതാണ് കാരണം. കുറേ ബജറ്റൊക്കെ മുടക്കി വൻ പരിപാടികൾക്കായിരുന്നു. ഗ്രനേഡ്, സകല നമ്മൾ പബ്ജിയിൽ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളുണ്ടായിരുന്നു, വെപ്പൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അളവുക്ക് പുള്ളി പണി വെച്ച് പൊട്ടിച്ച ഒരു സാധനമാണ് എന്ത്, കരം. ബൾട്ടി, ഷേനികത്തിൻ്റെ ബൾട്ടി ഒരിടത്തര ഹിറ്റാണ്, പക്ഷേ അത് വൻ ഹിറ്റാവെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങ് എറിച്ചില്ല, ഒരു കുശു പോലെ ഇപ്പോൾ അവസാനം. സെപ്റ്റംബറിൽ ഒരു പാചക പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നഫ് ഷളൻ എഴുതിയ പുസ്തകമാണ്. അമ്മൂമ്മ രസവും വാഴക്കൂമ്പിലെ തേമ്പി ബിരിയാണിയും. ഈ പുസ്തകം പക്കി FM വായിക്കാൻ വേണ്ടി പക്കി കോക്ക് 123 എന്ന കോഡ് യൂസ് ചെയ്യുക. വത്സല ക്ലബ്, അതായത് നമ്മുടെ ഓപ്പൺ ഹൈമർ ശിവകാശി പടക്കക്കട ഓണർ നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസൻ പുള്ളിയിടയ്ക്ക് തമാശയ്ക്ക് ചെറിയ സംഘടിപ്പിക്കുക. അത് വൻ സ്ഫോടനം അല്ലാതെ ഇടയ്ക്ക് ഇതൊരു തുപ്പൽ പൊട്ടാസ്, വെറുതെ തുപ്പൽ ചേർത്ത് പൊട്ടിക്കുന്ന പൊട്ടാസില്ലേ, അങ്ങനത്തെ ഒരു പൊട്ടാസാണ് പുള്ളിയുടെ വത്സല ക്ലബ്ബ്. ഇനി ഒക്ടോബർ മാസത്തിൽ അവിഹിതം അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയ സിനിമയായിരുന്നു. പക്ഷേ തിയേറ്ററിൽ അങ്ങനെ വലിയ ഹിറ്റൊന്നും ആയില്ല, പക്ഷേ OTTയിൽ വിറ്റുപോയ ഒരു സിനിമയാണ്. ഫെമിനിച്ചി ഫാത്തിമ, അപാര സിനിമ. സ്റ്റേറ്റ് അവാർഡിലൊക്കെ ധാരാളം അവാർഡ്സ് ഉള്ള സിനിമയാണ്, ഗംഭീര സിനിമയാണ്. ആ സിനിമയ്ക്ക് തിയേറ്ററിൻ്റെ ഓഡിയൻസിന് വാലിഡേഷൻ ആവശ്യമില്ല. ദാറ്റ് ഫിലിം ഇസ് ബിയോണ്ട് ദാറ്റ് ആണ് ഫെമിനിച്ചി ഫാത്തിമ. പ്രൈവറ്റ് നല്ലൊരു സിനിമയാണ്, പക്ഷേ അവർ തീരെ പ്രൊമോഷൻ കൊടുത്തില്ല. അവർ സംസാരിക്കാൻ ഉദ്ദേശിച്ച പൊളിറ്റിക്സ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പ്രൈവറ്റ് തീർച്ചയായിട്ടും മികച്ച നല്ലൊരു സിനിമയാണ്. പെറ്റ് ഡിറ്റക്റ്റീവ് ഹിറ്റാണ്, പക്ഷേ ആക്ച്വലി ദാറ്റ് ഇസ് എ PR ഹിറ്റ്. സ്റ്റിൽ 6 ഇയർ ലോസാണ് പടം. തിയേറ്റർ റിമാർക്ക് അല്ലെങ്കിൽ അഭിനയിച്ച സിനിമയാണ്. സിനിമ ആരും കണ്ടിട്ടില്ല, ആ സിനിമ ഞാനും കണ്ടിട്ടില്ല, കാരണം അത് രാവിലെ തന്നെ വാഷൗട്ടായിപ്പോയി. പാതിരാത്രി, ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അതായത് ശിവകാശി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശിവകാശി പടക്കക്കടയായിട്ട് ഡയറക്റ്റ് ഡീലുള്ള, ഹോൾസെയിൽ ഡീലുള്ള ബെൻസി പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ അറിയാലോ, അതിനു വേണ്ടി തന്നെ എടുക്കുന്നതാണ്. ബെൻസി, ശിവകാശി, പൊട്ടിത്തെറി. നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് അത്യാവശ്യം ചെറിയ അഭിപ്രായമൊക്കെ വന്നിരുന്നെങ്കിലും 8 നിലയിൽ പൊട്ടി. മാത്യൂസിൻ്റെ മറ്റൊരു പൂവെടി. ഒക്ടോബറിലെ പുസ്തകം പരിചയപ്പെടുത്താം. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് 2 പേരാണ്, ഇരട്ട രചയിതാക്കളാണ്, ആൻഡപ്പൻ ആൻഡ് മൊട്ട. പുസ്തകത്തിൻ്റെ പേര് മെസ്സി വരുമോ കാത്തിരിപ്പിൻ്റെ പുസ്തകം. എഴുതിയിരിക്കുന്നത് ആൻഡപ്പൻ ആൻഡ് മൊട്ട. ഈ പുസ്തകത്തിന് നിങ്ങൾക്ക് ഓഫർ വേണമെങ്കിൽ പക്കികോക്ക് 123 എന്ന കോഡ് യൂസ് ചെയ്യുക. ഡിയാസ് ഇറൈ, പ്രണവ് മോഹൻലാൽ അഭിനയിച്ച സിനിമ ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഹിറ്റ്, അന്യ കളക്ഷൻ, 80s കളക്ഷൻ, പ്ലസ് അപാര അഭിപ്രായം. കിട്ടുലോസ്കി പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ കണ്ടിട്ട് രാത്രി കണ്ട ഫസ്റ്റ് ഡേ അന്യ എക്സ്പീരിയൻസ് ആയിരുന്നു. കിട്ടലേ പ്രണവ് ആസ് ആൻ ആക്ടർ ഇങ്ങനെ കയറി വന്നതിൻ്റെ ഒരു സാധനം. ഡിയസ് ഇറൈ. ഇനി നവംബറിലേക്ക് കടക്കുകയാണ്. നവംബർ എത്തി, ഇനി ഒരു മാസം കൂടെ ഉള്ളൂ. നവംബർ. ഇന്നസെൻറ്റ്, ഒരു നമ്മുടെ ബസ് സ്റ്റാൻഡിലെ കക്കൂസിലൊക്കെ ബോംബ് വെച്ചിട്ട് പോലെ ചില ആൾക്കാർ, അതുപോലെ ഒരു കക്കൂസ് ബോംബ്, അതാണ് ഇന്നസെൻറ്റ്. ഇത്തിരി നേരം നമ്മളെ താടി റോഷൻ്റെയൊക്കെ സിനിമയാണ്. മികച്ച അഭിപ്രായമൊക്കെ വന്നിരുന്നു, പക്ഷെ ആരും കണ്ടിട്ടില്ല. പൊട്ടി. അതിഭീകര കാമുകൻ, അതിഭീകര വിസ്ഫോടനം, മികച്ചൊരു പൊട്ടിത്തെറിയായിരുന്നു. വിലായത്ത് ബുദ്ധ, അത്രയും ബജറ്റ് ഇറക്കിയിട്ട് ക്ലസ്റ്റർ ബോംബ്, അതായത് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ അങ്ങനെ, അതായിരുന്നു വിലായത്ത് ബുദ്ധ. നവംബറിലെ പുസ്തകം പരിചയപ്പെടുത്താം. ഈ പുസ്തകത്തിന് നിങ്ങൾക്ക് ഓഫർ വേണമെങ്കിൽ പക്കികോക്ക് 123 എന്ന
കോഡ് യൂസ് ചെയ്യുക. കടം അത് വീട്ടാനുള്ളതാണ്. പുസ്തകത്തിൻ്റെ പേര് കടം അത് വീട്ടാനുള്ളതാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഒരു ഫാനാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാനായിട്ടുള്ള ബാദുഷാണ് ഇത് എഴുതിയിരിക്കുന്നത്. കടം അത് വീട്ടാനുള്ളതാണ്. എക്കോ 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 വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് എവർ മെയ്ഡ് ഇൻ മോളിവുഡ്, ഈവൻ എവർ മെയ്ഡ് ഇൻ ഇന്ത്യ. നമ്മുടെ മലയാളത്തിലെ ഒരു 50 ചിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും എക്കോ ഉണ്ടാവും. അൺഡൗട്ട്ലി ദ ബെസ്റ്റ് ഫിലിം, 2025 ദ ബെസ്റ്റ് ഫിലിം ഞാൻ പറയുവാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് ഫിലിം. എക്കോ ഇസ് സംതിങ് എൽസ് ദാറ്റ് ഇസ് ട്രൂലി ഇൻ്റർനാഷണൽ. ഇറ്റ്സ് എ ക്ലാസിക്. ബാഹുൽ രമേശ് മാൻ, സച്ച് എ ഫിലിം. അതിൻ്റെ കലക്ഷനോ അതിൻ്റെ ഇതൊന്നുമല്ല പറയുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമയാണ്. ഓഫ് കോഴ്സ് അത് ഡിസേർവ് ചെയ്യുന്ന കളക്ഷൻ കിട്ടിയിട്ടും കാണില്ല. പക്ഷേ ആസ് എ ഫിലിം എക്കോ ഇസ് ഔട്ട് ഓഫ് ദ വേൾഡ്. അങ്ങനെ ലാസ്റ്റ് മന്ത് ഓഫ് ലാസ്റ്റ് ഇയർ ഫോർ എവറി ഇയർ, ഡിസംബർ. എൻ്റെ ഫേവറേറ്റ് മന്താണ് ഡിസംബർ. ആ ഡിസംബറിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ നോക്കാം. കളങ്കാവൽ, മമ്മൂക്ക സിനിമ പ്ലസ് വിനായകൻ്റെ പരിപാടികൾ. ബട്ട് സ്റ്റിൽ ഇപ്പോഴും 100 CR ക്ലബ്ബ്, 100 കോടി ക്ലബ്ബ് ഇപ്പോഴും ഇക്കൊക്കെ തീണ്ടപ്പെടാകലയുടെ എന്നൊരവസ്ഥയാണ്. കാരണം 100 കോടി അടിക്കാൻ പറ്റണില്ല. എന്തൊക്കെ ചെയ്തിട്ടും 100-ലെത്തണില്ല. ഇങ്ങനെ 70-80 ഇതിലിങ്ങനെ കളിക്കുക. സ്റ്റിൽ ടൈമുണ്ട്, അടിക്കുമായിരിക്കും. പൊങ്കാല, ശ്രീനാഥ് ബാസിയുടെ ഒരു ചൈനീസ് പടക്കം. ഖുജ്റോ ഡ്രീംസ് പഴയ ബോംബാണേ. ഫംഗസൊക്കെ ബാധിച്ച് പണ്ട് എവിടെയോ പെട്ടിയിലങ്ങ് സൂക്ഷിച്ച ബോംബാണ്. അത് എടുത്ത് പൊട്ടിച്ചതാണ്, ഡിസംബറിലങ്ങ് പൊട്ടിച്ചതാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം. ധീരം, നമ്മുടെ ബെൽറ്റ് ബോംബ്, ഇന്ദ്രേട്ടൻ്റെ പടമാണ്, ഇന്ദ്രജിത്തിൻ്റെ. അത്യാവശ്യം അഭിപ്രായം വന്നിരുന്നു, പക്ഷേ ചീറ്റിപ്പോയി. അടിനാശം, വെള്ളപ്പൊക്കം, അണ്ടർ വാട്ടർ ഗുണ്ട്, ടോർപിഡോ. അതായത് അടിനാശം, വെള്ളപ്പൊക്കം, അങ്ങനെ പൊട്ടിത്തെറിച്ച സാധനം. അടുത്തത് ഭയം ഭക്തേ ബഹുമാനം. ജനപ്രിയ നായകൻ ദിലീപേട്ടൻ പശുവിനെ തട്ടിക്കൊണ്ടുപോയി കറന്നെടുത്ത സിനിമ. ഇതാണ് ബബ്ബബ്ബ. ഒരു നനഞ്ഞ പടക്കമാണ്. അവർ വിജയിച്ച് നിങ്ങൾ പറയുന്നുണ്ട്. അത് നനഞ്ഞ പടക്കം. ഇതാണ് സാധനം. ഇതാണ് സർവം മായ. നിവിൻ പോളിയുടെ കംബാക്ക് ഹിറ്റ്, ബിഗ് ഹിറ്റ്. ഓൾറെഡി സ്റ്റിൽ ഗോയിങ് ഓൺ. 100 CR ക്ലബ് ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 100 CR ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. പോവും. കാരണം ഫാമിലി ഏറ്റെടുത്ത പടം. നിവിൻ ആ ഒരു സാധനമുണ്ട്, പഴയ ലാലേട്ടൻ്റെ സാധനമുണ്ട്. നിവിനെ ഇഷ്ടം ആൾക്കാർക്ക്. നിവിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതുണ്ട്, പടത്തിലെ സാധനം ഉണ്ട് താനും. അപ്പോൾ ഇത് സർവമായ വിൽ ബി എ ഹ്യൂജ് ഹിറ്റ്. മിണ്ടിയും പറഞ്ഞു ഉണ്ണി മൂന്നിൻ്റെ സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് അതിൻ്റെ ക്രൂ പോലും മിണ്ടിയിട്ടും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നത്. ആ സിനിമ ഇറങ്ങി ഉണ്ണി മൂന്നൻ പോലും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആരും കണ്ടിട്ടുമില്ല. തിയേറ്ററിൽ വന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബോംബാണ്. പക്ഷേ വലിയ അപകടമൊന്നും ഉണ്ടാക്കാതെ അങ്ങ് ബോംബൊക്കെ നിർവീര്യമായി പോയിട്ടുണ്ട്. ആഘോഷം, ധ്യാൻ്റെ ഈ വർഷത്തെ അവസാനത്തെ, ഓപ്പൺഹൈമറിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ ബോംബിടലാണ്. പൊട്ടിക്കലശാണ്, അതിനുവേണ്ടി ഇട്ട ബോംബാണ്. ആഘോഷം പറഞ്ഞ പോലെ തന്നെ ധ്യാൻ പോലും ചില പറഞ്ഞിട്ടുണ്ടാവില്ല ഇറങ്ങിയത്. അങ്ങനെ ഒരു പരിപാടി, ആഘോഷം. ഹാൽ, ഷെയ്നികത്തിൻ്റെ സിനിമയാണ്. മിക്സഡ് ഒപ്പീനിയൻ വന്ന സിനിമയാണ്. പൊളിറ്റിക്കൽ സിനാരിയുള്ള സിനിമയാണ്. അതുകൊണ്ട് മിക്സഡ് ഒപ്പീനിയൻസ് ഉണ്ട്. ഇപ്പോൾ സംഘികളുടെ ഭാഗത്ത് നിന്നായി കഴിഞ്ഞാലും സുഡാപ്പികളുടെ ഭാഗത്ത് നിന്നായി കഴിഞ്ഞാലൊക്കെ തന്നെ മിക്സഡ് ഒപ്പീനിയൻസ് വന്ന സിനിമയാണ്. പക്ഷേ എസ് എ സിനിമ ഞാൻ കണ്ട സിനിമയാണ്. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഇറ്റ്സ് സ്റ്റിൽ അത് ഇപ്പോൾ റൺ ചെയ്യുന്ന സിനിമയാണ്, ഗോയിങ് ഓൺ ആണ്. അതുകൊണ്ട് അതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് പറയാറായിട്ടില്ല. ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്. അതായത് ക്രിസ്മസ് ചിത്രങ്ങളിൽ പിന്നെ നിവിൻ്റെ സിനിമ കഴിഞ്ഞാൽ, സർവമായി കഴിഞ്ഞാൽ ഓടുന്ന സിനിമ ഹാലാണ്. ബിഫോർ വൈൻഡ് അപ്പ്, മറ്റൊന്നുമല്ല, സാക്ഷാൽ എൻ്റെ മുന്നേ നമ്മുടെ ലാലേട്ടൻ്റെ വൃഷഭ സിനിമ കണ്ടിട്ടില്ല. ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് കാണാൻ പറ്റിയിട്ടില്ല. തിയേറ്ററിൽ ഇപ്പോഴില്ല എന്ന് തോന്നുന്നു. OTT വരുവാണെങ്കിൽ എപ്പോഴെങ്കിലും കാണും. അതായത് പാൻ ഇന്ത്യൻ ആറ്റം ബോംബാണ്. അതായത് നാണം കെട്ട് മാറിയെന്ന് പറയില്ലേ, അതുപോലത്തെ സിനിമ കണ്ടില്ല. അതിൻ്റെ ഇത് മാത്രം പറയുന്നത്. അതായത് 68 കോടിയും കണ്ട് മുടക്കിയിട്ട് 68 ലക്ഷം പോലും കിട്ടിയിട്ടില്ല. അതുപോലത്തെ അവസ്ഥ. കേരളത്തിൽ പോലും ആ പടം ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് അവസ്ഥ. ലാലേട്ടൻ്റെ മാസീവ് എക്സ്പ്ലോഷൻ, ആറ്റം ബോംബ് തന്നെ, ന്യൂക്ലിയർ സാധനം. അതാണ്
വൃഷഭ. സോ ഡിസംബറിലെ പുസ്തകം കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് 2025 ഫലസൂചിക അവസാനിക്കുകയാണ്. പാർട്ട് 1 ഓൾറെഡി ഇട്ടതാണ്, അപ്ലോഡ് ചെയ്തതാണ്. പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഓഫർ ആവശ്യമുണ്ടെങ്കിൽ പക്കിക്കോക്ക് 123 ഈ കോഡ് യൂസ് ചെയ്യുക. പുസ്തകത്തിൻ്റെ പേര് ഊമ്പിത്തെറ്റിയാലും ഉയർത്തെഴുന്നേറ്റിരിക്കും. ഊമ്പിത്തെറ്റിയാലും ഉയർത്തെഴുന്നേറ്റിരിക്കും. ഇത് ഭയങ്കര ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പുസ്തകമാണ്. ഇത് എഴുതിയിരിക്കുന്നത് മെൻ്റലിസ്റ്റ് മനുവാണ്. മെൻ്റലിസ്റ്റ് മനു എഴുതിയ പുസ്തകമാണ്. പറ്റുകയാണെങ്കിൽ വായിക്കുക. ഊമ്പിത്തെറ്റിയിരിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും അല്ലാത്തവരായി കഴിഞ്ഞാലും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുക. സിനിമകൾ എല്ലാം ഹിറ്റടിച്ചില്ലെങ്കിലും എല്ലാവരും ലൈഫിൽ ഹിറ്റടിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ 2026.